ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കണ്ണീരും കഷ്ടപ്പാടും എല്ലാം മാറി ഉയർച്ചയിലേക്ക് കുതിക്കുന്ന 6 രാശിക്കാർ ഇവരാണ്. ഇന്നത്തെ സൂര്യോദയം മുതൽ ഇവരുടെ തലവര മാറും. ഇനി ഇവരെ കാത്തിരിക്കുന്നത് വളരെയധികം നേട്ടങ്ങളും അവസരങ്ങളുടെ കാലവും തന്നെയാണ്. ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ വാരഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് ഇന്ന് ഞായറാഴ്ച ഇന്നത്തെ പ്രഭാതം തൊട്ട് 8 മണി വരെ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. എല്ലാവിധ കാര്യങ്ങളിലും വിജയം, അംഗീകാരം, സ്ഥാനലാഭം ഇവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. യാത്രകളെല്ലാം തന്നെ വിജയകരമായി ഭവിക്കുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും. പുതിയ പുതിയ സാധ്യതകൾ നിങ്ങളെ തേടി എത്തുന്ന കാലമാണ്. ഇന്നത്തെ പ്രഭാതത്തിൻ്റെ 8 മണി കഴിഞ്ഞാൽ മുതൽ കാലം നിങ്ങൾക്ക് പ്രതികൂലമാകുവാൻ ഇടയുണ്ട്. അതായത് കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം, യാത്രാ തടസ്സം, മനപ്രയാസം, ഇച്ഛാഭംഗം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവ വരുവാനിടയുണ്ട്. വേദനാജനകമായ അനുഭവങ്ങൾ ചിലപ്പോൾ വന്നു ചേരാം. പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മുതൽ നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളിലും അനുകൂലമായി വരുന്നതാണ്. അതായത് കാര്യവിജയം, മത്സര വിജയം, യാത്രാ വിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, പരീക്ഷാ വിജയം, ആരോഗ്യം ഇവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആഗ്രഹങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച നടന്നു കിട്ടും. കാര്യതടസ്സങ്ങൾ ഉണ്ടായിരുന്നവയും മാറുന്നതാണ്. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുമായി ഒത്തുകൂടുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പുതിയ കോഴ്സിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ വിജയിക്കും. കൂടിക്കാഴ്ചകൾ ഗുണകരമാകും. പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ഈ ആഴ്ച നടന്നു കിട്ടുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് ഇന്ന് ഞായറാഴ്ച രാവിലെ പ്രഭാതം 8 മണി വരെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമായിരിക്കും. കാര്യപരാജയം, അഭിമാനക്ഷതം, കലഹം, മനപ്രയാസം, ഇച്ഛാഭംഗം ഇവ അനുഭവത്തിൽ വരും. ഞായറാഴ്ച പ്രഭാതത്തിൽ 8 മണി കഴിഞ്ഞാൽ മുതൽ നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുന്നതാണ്. അതായത് കാര്യവിജയം, ആരോഗ്യം പുഷ്ടിപ്പെടും. കിട്ടാനുള്ള പണം പകുതിയെങ്കിലും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന കാലമാണ്. വായ്പാ ശ്രമങ്ങളെല്ലാം തന്നെ വിജയിക്കുന്നതാണ്. ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടും. തടസ്സങ്ങളുണ്ടായിരുന്ന എല്ലാവിധ കാര്യങ്ങളിലെ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുമായി ഒത്തുകൂടുവാനുള്ള അവസരമുണ്ടാകും. ചൊവ്വാഴ്ച പകൽ 12 മണി കഴിഞ്ഞാൽ കാലം നിങ്ങൾക്ക് പ്രതികൂലമാക്കുവാൻ ഇടയുണ്ട്. അതായത് കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, മനപ്രയാസം, ഇച്ഛാഭംഗം, യാത്രാ തടസ്സം, ധനതടസ്സം ഇവ പ്രതീക്ഷിക്കാം. പുതിയ കോഴ്സിലേക്കുള്ള പ്രവേശനങ്ങൾ വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരാജയപ്പെടുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് ഇന്ന് ഞായറാഴ്ച പ്രഭാതത്തിൽ 8 മണി വരെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി ഭവിക്കുന്ന വാരമാണ്. അതായത് പരീക്ഷാ വിജയമുണ്ടാകും. പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശനങ്ങളെല്ലാം വിജയിക്കുന്നതാണ്. ആഗ്രഹ സാഫല്യമുണ്ടാകും. കൂടിക്കാഴ്ചകൾ വിജയിക്കുന്നതാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുമായി ഒത്തുകൂടുവാനുള്ള അവസരമുണ്ടാകും. ഞായറാഴ്ച പ്രഭാതത്തിൽ, അതായത് ഇന്ന് 8 മണി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ പ്രതികൂലമായി ഭവിക്കുന്നതാണ്. അതായത് കാര്യപരാജയം, അഭിമാനക്ഷതം, കലഹം, മനപ്രയാസം, ഇച്ഛാഭംഗം ഇവ കാണുന്നു. സാമ്പത്തികമായ ഇടപാടുകളിൽ തടസ്സങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. ചൊവ്വാഴ്ച പകൽ 12 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുന്നതാണ്.
അതായത് കാര്യവിജയമുണ്ടാകും, അംഗീകാരം, ധനലാഭം ഇവ പ്രതീക്ഷിക്കാം. ആഗ്രഹങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടുന്നതാണ്. തടസ്സങ്ങൾ ഉണ്ടായിരുന്നവയെല്ലാം വഴിമാറും. വേണ്ടപ്പെട്ട ആളുകളുമായി ഒത്തുകൂടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിലേക്ക് നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കപ്പെടുന്നതിനോടൊപ്പം നിങ്ങൾക്ക് പഠിക്കുവാനുള്ള അവസരവും വന്നു ചേരും. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാര്യങ്ങൾ ഭവിക്കുന്നതാണ്. അതായത് കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവ ഉണ്ടാകും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. നിങ്ങൾക്ക് ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് പ്രഭാതത്തിൽ 8 മണി വരെ കാര്യങ്ങളെല്ലാം പ്രതികൂലമാകും. കാര്യപരാജയം, ചെലവ് വർദ്ധിക്കുക, മനപ്രയാസം, ഇച്ഛാഭംഗം, കലഹം, യാത്രാ തടസ്സം, ശരീര സുഖക്കുറവ് ഇവയുണ്ടാകും. ഞായറാഴ്ച പ്രഭാതത്തിൽ 8 മണി കഴിഞ്ഞാൽ മുതൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ വരുതിയിൽ വരുന്നതാണ്. അതായത് കാര്യവിജയമുണ്ടാകും, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ആരോഗ്യം പുഷ്ടിപ്പെടുക ഇവ പ്രതീക്ഷിക്കാം. യാത്രകളെല്ലാം തന്നെ വിജയിക്കുന്നതാണ്. ഇതുവരെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. തടസ്സങ്ങളെല്ലാം ഒഴിവാകുന്നതാണ്. ചൊവ്വാഴ്ച പകൽ 12 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി ഭവിക്കും. കാര്യപരാജയം, അഭിമാനക്ഷതം, കലഹം, മനപ്രയാസം, ഇച്ഛാഭംഗം ഇവ പ്രതീക്ഷിക്കാം. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വീണ്ടും അനുകൂലമായി ഭവിക്കുന്നതാണ്. അതായത് കാര്യവിജയം, അംഗീകാരം, ധനലാഭം, പരീക്ഷാ വിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നടക്കും. യാത്രകൾ കൊണ്ട് വളരെയധികം വിജയമുണ്ടാകും. പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. കൂടിക്കാഴ്ചകളെല്ലാം തന്നെ ഗുണകരമായി ഭവിക്കും. അതായത് എല്ലാവിധ തടസ്സങ്ങളും ഈ ആഴ്ച നിങ്ങൾക്ക് മാറിക്കിട്ടുന്ന വാരമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ആളുകൾക്ക് ഇന്ന് 8 മണി വരെ കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമാണ്. അതായത് കാര്യവിജയം, ധനയോഗം, ആരോഗ്യം പുഷ്ടിപ്പെടുക ഇവ പ്രതീക്ഷിക്കാം. വായ്പാ ശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂവണിയും. ഞായറാഴ്ച പ്രഭാതം 8 മണി കഴിഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമാകുന്നതാണ്. അതായത് കാര്യതടസ്സവും, അലച്ചിലും, സ്വസ്ഥതക്കുറവും, ധനതടസ്സവും, ചെലവ് വർദ്ധിക്കുന്നതും, ബിസിനസ്സിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. ചൊവ്വാഴ്ച പകൽ 12 മണി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ നിങ്ങളുടെ അനുകൂലമായി ഭവിക്കും. കാര്യവിജയം, യാത്രാ വിജയം ഇവ പ്രതീക്ഷിക്കാം. ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരുവിധം നടന്നു കിട്ടുന്ന വാരമാണ്. തടസ്സങ്ങൾ മാറും. വേണ്ടപ്പെട്ട ആളുകളുമായി ഒത്തുകൂടുവാനുള്ള അവസരമുണ്ടാകും. പുതിയ സാധ്യതകൾ ഓരോന്നോരോന്നായി നിങ്ങൾക്ക് ഈ ആഴ്ച വന്നു ചേരും. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ പിന്നെ പ്രതികൂലമായ കാലമാണ്. അതായത് കാര്യപരാജയം, കലഹം, അഭിമാനക്ഷതം, മനപ്രയാസം, ഇച്ഛാഭംഗം, പരീക്ഷാ പരാജയം ഇവ പ്രതീക്ഷിക്കാം. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി വരെ ജനിച്ച ആളുകൾക്ക് നിങ്ങൾക്ക് ചൊവ്വാഴ്ച പകൽ 12 മണി വരെ കാലം അനുകൂലമാണ്. അതായത് എല്ലാവിധ കാര്യങ്ങളിലും വിജയം, തൊഴിലിൽ ലാഭം, ബന്ധു സമാഗമം, യാത്രാ വിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ആരോഗ്യം പുഷ്ടിപ്പെടുക ഇവയുണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളെല്ലാം മാറി വളരെയധികം വേഗത വർദ്ധിക്കുന്ന കാലമാണ്. വേണ്ടപ്പെട്ട ആളുകളുമായി ഒത്തുകൂടുവാൻ കഴിയും. യാത്രാ വിജയം, ആഗ്രഹങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടും. ചൊവ്വാഴ്ച പകൽ 12 മണി കഴിഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കും. അതായത് കാര്യതടസ്സം, അലച്ചിൽ, ധനതടസ്സം, ചെലവ്, മനപ്രയാസം, ഇച്ഛാഭംഗം, യാത്രകളിൽ പരാജയം, ബിസിനസ്സിൽ തടസ്സങ്ങൾ ഇവയുണ്ടാകും. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ കാലം നിങ്ങൾക്ക് അനുകൂലമാകും. അതായത് കാര്യവിജയം, പരീക്ഷാ വിജയം, അംഗീകാരം ഇവ പ്രതീക്ഷിക്കാം. പുതിയ കോഴ്സുകൾക്കുള്ള പ്രവേശനം വന്നു ചേരും. കൂടിക്കാഴ്ചകൾ വിജയകരമാകും. ആഗ്രഹ സാഫല്യമുണ്ടാകും.
ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ ഒരുവിധം മാറിക്കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുമായി ഒത്തുകൂടുവാനും സാധിക്കുന്ന വാരമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് ഇന്ന് 8 മണി വരെ നിങ്ങൾക്ക് കാലം പ്രതികൂലമാണ്. അതായത് കാര്യപരാജയം, ഉദരവൈഷമ്യം, യാത്രാ തടസ്സം, മനപ്രയാസം, ഇച്ഛാഭംഗം ഇവ പ്രതീക്ഷിക്കാം. ഇന്ന് 8 മണിക്ക് ശേഷം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി ഭവിക്കും. അതായത് കാര്യവിജയവും മത്സര വിജയവും അനുകൂലമായ സ്ഥലം മാറ്റ ഉത്തരവുമെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് കാര്യവിജയമുണ്ടാകും. ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരുവിധം നടന്നു കിട്ടുന്നതാണ്. വേണ്ടപ്പെട്ട ആളുകളുമായി ഒത്തുകൂടുവാൻ കഴിയും. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമാകും. അതായത് കാര്യപരാജയം, ധനതടസ്സം, ചെലവ് വർദ്ധിക്കുക, ഇച്ഛാഭംഗം, യാത്രാ പരാജയം, ശരീരസുഖക്കുറവ് ഇവ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട വരെ ജനിച്ച ആളുകൾക്ക് നിങ്ങൾക്ക് ഇന്ന് 8 മണി വരെ കാര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമാണ്. കാര്യതടസ്സവും സ്വസ്ഥതക്കുറവും മനപ്രയാസവും ധനതടസ്സവും അപകട ഭീതിയുമെല്ലാം ഉണ്ടാകും. ഇരുചക്ര വാഹന യാത്രകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് പ്രഭാതത്തിൽ 8 മണിക്ക് ശേഷം മുതൽ കാര്യങ്ങളെല്ലാം ഒരുവിധം ഗുണദോഷ സമ്മിശ്രമായി ഭവിക്കും. കാര്യങ്ങളെല്ലാം തന്നെ ഭാഗികമായി ശരിയാകും. മനപ്രയാസം, പ്രവർത്തന മാന്ദ്യം, യാത്രാ തടസ്സം ഇവയുണ്ടാകും. വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു വാരമാണ്. ചൊവ്വാഴ്ച പകൽ 12 മണി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ വറുതിയിൽ വരും. കാര്യവിജയവും അംഗീകാരവും ആരോഗ്യത്തിൽ ഉണർവും എല്ലാം പ്രതീക്ഷിക്കാം. ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരുവിധം നടന്നു കിട്ടുന്നതാണ്. വേണ്ടപ്പെട്ട ആളുകളുമായി ഒത്തുകൂടുവാനുള്ള അവസരം സിദ്ധിക്കും. തടസ്സങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച ഒരുവിധം മാറിക്കിട്ടുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ആളുകൾക്ക് ഇന്ന് പ്രഭാതത്തിൽ 8 മണി വരെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായിരുന്നു. അതായത് കാര്യവിജയം, സുഹൃത്ത് സമാഗമം ഇവയുണ്ടാകും. ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരുവിധം നടന്നു കിട്ടും. ചർച്ചകൾ വിജയിക്കുന്നതാണ്. തടസ്സങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. ഇന്ന് പ്രഭാതത്തിൽ 8 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ പ്രതികൂലമായി ഭവിക്കും. കാര്യതടസ്സം, ഇച്ഛാഭംഗം, മനപ്രയാസം, ധനതടസ്സം ഇവ പ്രതീക്ഷിക്കാം. പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കുന്നതാണ്. ചൊവ്വാഴ്ച പകൽ 12 മണി കഴിഞ്ഞാൽ ഒരുവിധം ഗുണദോഷ സമ്മിശ്രമായ കാലമാണ്. കാര്യങ്ങൾ ഭാഗികമായി ശരിയാകും. ഉദരവൈഷമ്യം, പ്രവർത്തന മാന്ദ്യം, ധനതടസ്സം, മനപ്രയാസം ഇവയുണ്ടാകും. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ വറുതിയിൽ വരുന്നതാണ്. കാര്യവിജയം, തൊഴിലിൽ ലാഭം, പരീക്ഷാ വിജയം ഇവയെല്ലാം ഉണ്ടാകും. ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരുവിധം ഈ ആഴ്ച നടന്നു കിട്ടും. പുതിയ കോഴ്സുകൾക്കുള്ള പ്രവേശനം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒത്തുചേരുവാനുള്ള അവസരവും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് ചൊവ്വാഴ്ച പകൽ 12 മണി വരെ അനുകൂലമായ സമയമാണ്. കാര്യവിജയം, സുഹൃത്ത് സമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവ പ്രതീക്ഷിക്കാം. ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരുവിധം നടന്നു കിട്ടും. ചർച്ചകളെല്ലാം തന്നെ വിജയിക്കുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും വഴിമാറി മുന്നോട്ട് പോകുവാൻ സാധിക്കും. വേണ്ടപ്പെട്ട ആളുകളുമായി ഒത്തുകൂടുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്.
ചൊവ്വാഴ്ച പകൽ 12 മണി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമായി ഭവിക്കും. കാര്യപരാജയം, മനപ്രയാസം, യാത്രാ പരാജയം ഇവ പ്രതീക്ഷിക്കാവുന്നതാണ്. വേണ്ടപ്പെട്ടവർ അകലാം. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമായി ഭവിക്കും. കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി ശരിയാകുന്ന കാലമാണ്. മനപ്രയാസം, ഇച്ഛാഭംഗം, ഉദരവൈഷമ്യം ഇവ കാണുന്നു. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് ഇന്ന് ഞായറാഴ്ച 8 മണി വരെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമായി ഭവിക്കും. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, മനപ്രയാസം, ഇച്ഛാഭംഗം, യാത്രാ തടസ്സം, ഉദരവൈഷമ്യം ഇവ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് പ്രഭാതത്തിൽ 8 മണിക്ക് ശേഷം കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമാകും. കാര്യവിജയം, അംഗീകാരം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സുഹൃത്ത് സമാഗമം, സൽക്കാര യോഗം, ഉപയോഗധന ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. യാത്രകളെല്ലാം തന്നെ വിജയിക്കുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒരുവിധം മാറിക്കിട്ടും. വേണ്ടപ്പെട്ട ആളുകളുമായി ഒത്തുകൂടുവാൻ കഴിയുന്നതാണ്. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി ഭവിക്കും. കാര്യപരാജയം, അപകടഭീതി, നഷ്ടം, ഇച്ഛാഭംഗം, മനപ്രയാസം ഇവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് ചൊവ്വാഴ്ച പകൽ 12 മണി വരെ കാര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമാകും. കാര്യതടസ്സവും, ശരീരസുഖക്കുറവും, യാത്രാ തടസ്സവും, മനപ്രയാസവും, സാമ്പത്തികമായ തടസ്സവും പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ ശത്രുക്കളാകുവാനും ഇടയുണ്ട്. ചൊവ്വാഴ്ച പകൽ 12 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ വറുതിയിലാകും. കാര്യവിജയം, സുഹൃത്ത് സമാഗമം, അംഗീകാരം ഇവ പ്രതീക്ഷിക്കാം. ചർച്ചകളെല്ലാം തന്നെ വിജയിക്കുന്നതാണ്. ആഗ്രഹ സാഫല്യമുണ്ടാകും. തടസ്സങ്ങൾ വഴിമാറും. വേണ്ടപ്പെട്ട ആളുകളുമായി സംഗമിക്കുവാനുമുള്ള യോഗം വന്നു ചേരുന്ന വാരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.